വളക്കടയിൽ നിന്ന് മരുന്ന് മാറി നൽകി കർഷകന്റെ 300 ഏത്തവാഴകൾ നശിച്ചതായി പരാതി. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വാഴ കർഷകനായ ചുള്ളിക്കൽ ഫ്രാൻസിസിന്റെ 5 മാസം പ്രായമായ ഏത്തവാഴകളാണ് നശിച്ചത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ചുള്ളിക്കൽ ഫ്രാൻസിസ് എന്ന കർഷകന്റെ 5 മാസം പ്രായമായ 300 ഏത്തവാഴകളാണ് വളക്കടയിൽ നിന്ന് മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് കരിഞ്ഞുണങ്ങിയത്. വാഴക്കുമിൾ രോഗം വന്നതോടെ കഞ്ഞിക്കുഴി കൃഷി ഓഫീസിലെത്തി വിവരം പറഞ്ഞതിനെ തുടർന്ന് കൃഷി ഓഫീസർ നിർദ്ദേശിച്ച മരുന്ന് കഞ്ഞിക്കുഴിയിലെ സ്വകാര്യ വളക്കടയിൽ നിന്ന് വാങ്ങി തളിച്ചതിനെ തുടർന്ന് വാഴകൾ പഴുത്ത് ഉണങ്ങുകയായിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിൽ കടയിൽ നിന്ന് മരുന്ന് മാറി നൽകിയെന്ന് കണ്ടെത്തി. കളനാശിനിയാണെന്ന് നമുക്കറിയത്തില്ല. ഞാൻ വേറെ ഉടുമ്പൻചോല കൃഷി ഓഫീസിലെ സാറിന് അയച്ചു കൊടുത്തു, ഇതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. വന്നു കഴിഞ്ഞപ്പോഴാണ് പറയണത് ഇത് കളനാശിനിയാണ്, അത് കാരണം വാഴ എത്രയും അത് പറിച്ച് കളഞ്ഞിട്ട് വേറെ വെക്കാനാണ് അവർ പറഞ്ഞത് എന്നോട്. ഞാൻ അവിടെ ചെന്ന് കടയിൽ ചെന്ന് 2 പ്രാവശ്യം ചോദിച്ചു അവരോട്, ഇത് എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ എന്നാ ചെയ്യണേ എന്നാണ് അവൻ പറഞ്ഞത് എന്നോട്. എനിക്ക് ഏതാണ്ട് ഇപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു 3 ലക്ഷം രൂപയോളം തന്നെ കൊടുത്താൽ കിട്ടും ഇപ്പോഴത്തെ വില വെച്ച് നോക്കി കഴിഞ്ഞാൽ. ഇപ്പം തന്നെ മുടക്കം എനിക്കൊരു 60-65 രൂപയോളം മുടക്കുണ്ട് ഈ വാഴ ഇത്രയും ചെയ്ത്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കഞ്ഞിക്കുഴി കൃഷിഭവനിലും കഞ്ഞിക്കുഴി പോലീസിലും പരാതി നൽകി. പലരിൽ നിന്നും കടം വാങ്ങിയും വായ്പയെടുത്തുമാണ് ഫ്രാൻസിസ് കൃഷി ഇറക്കിയത്. 3 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകൻ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.